മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന നീക്കങ്ങളിൽ കടുത്ത രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ഭരണകക്ഷിയായ CPM ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് മുതലക്കുളത്ത് വൈകിട്ട് പാർട്ടി വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ, ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് നന്ദുലാൽ എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും അടുത്തിടെ ED മിന്നൽ പരിശോധന നടത്തിയിരുന്നു. അന്വേഷണ ഏജൻസികളുടെ ഇത്തരം നീക്കങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടാനും പാർട്ടി അണികൾക്കിടയിലുള്ള വലിയ രീതിയിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും ലക്ഷ്യമിട്ടാണ് CPM പരസ്യമായി രംഗത്തിറങ്ങുന്നത്. അതേസമയം CMRL എക്സാലോജിക് ഇടപാടുകളെ പിൻപറ്റി മുന്നോട്ടു പോകുന്ന ED അന്വേഷണം ഇപ്പോൾ ഹവാല ആരോപണങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. ഇതോടെ മുന്നണി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണയെ ED ഏത് സമയവും അറസ്റ്റ് ചെയ്തേക്കാം എന്ന ഭീതി അത് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കനത്ത രാഷ്ട്രീയ സമ്മർദ്ദം മറികടക്കാൻ മറ്റ് വഴികളൊന്നുമില്ലാത്തതിനാലാണ് ഹവാല ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ച് രംഗത്തിറങ്ങാൻ CPM നിർബന്ധിതരാകുന്നത്. മറ്റ് നിയമപരമായ വഴികൾ അടയുന്ന പശ്ചാത്തലത്തിൽ EDയുടെ ഹവാല ആരോപണങ്ങളെ അടിയന്തരമായി രാഷ്ട്രീയമായി നിഷേധിക്കുക എന്ന നയമാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ പ്രേരണ മുൻനിർത്തിയുള്ള പ്രതികാര നടപടിയാണിതെന്ന് അണികളെയും പൊതുജനങ്ങളെയും ധരിപ്പിക്കാനാണ് നീക്കം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ EDയുടെ ഈ കടുത്ത നടപടികളെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു എന്നത് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് പതിവില്ലാത്ത വിധം ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കാൻ ED തയ്യാറായതും പിണറായി വിജയൻ ആയാൽ എന്തും ചെയ്യാമെന്ന മട്ടിൽ വാർത്തകൾ മാധ്യമങ്ങളുടെ പ്രചരിപ്പിക്കുന്നതിലും പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തന്റെ കൈകൾ ശുദ്ധമാണ്, ഇനിയും അത് അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടാണ് മകൾക്കെതിരുള്ള ED അന്വേഷണങ്ങളെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തള്ളിക്കളഞ്ഞത്. എന്തായാലും തൃശൂരിൽ വെച്ച് പിണറായി വിജയൻ നടത്തിയ ഇതേ വിശദീകരണങ്ങളും ശക്തമായ പ്രതിരോധ നിലപാടുകളും തന്നെയാകും കോഴിക്കോട് നടക്കുന്ന യോഗത്തിൽ MV ഗോവിന്ദനും പ്രസംഗത്തിൽ ആവർത്തിക്കുകയെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും മകൾ വീണ ടിക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ പ്രതികരണവുമായി എത്തിയിരുന്നു. താനോ തന്റെ മകളോ കുടുംബാംഗങ്ങളോ ഒരു ഹവാലയും നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്റെ കൈകൾ ശുദ്ധമാണെന്നും വ്യക്തമാക്കി. അന്വേഷണവുമായി വീണ സഹകരിച്ചുവെന്നും ഇനിയും സഹകരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. വീണ തന്റെ മകളാണ് എന്ന പേരിലാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. വീണ ഒരുപാട് സ്വത്തിന്റെ ഉടമയല്ല, അതിൽ കേൾക്കുന്ന പണവും വലുതല്ല. തന്റെ മകളായതിനാൽ വിചിത്രമായ നടപടികൾ കൂടി വരികയാണ്. സാധാരണ ED വാർത്താക്കുറിപ്പ് ഇറക്കാറില്ല, വെബ്സൈറ്റിലാണ് വിവരം നൽകാറ്. ഈ വിഷയത്തിൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. വാർത്താക്കുറിപ്പിൽ P വിജയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി എന്നും പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്നും പിണറായി വിജയൻ ഇന്നലെ ചോദിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ തനിക്കെതിരെ വാർത്ത നൽകുന്ന ചില മാധ്യമങ്ങളുണ്ട്. ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വീണ പണം മാറ്റിയെന്ന വാർത്ത നൽകിയത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാമെന്നാണോ കരുതുന്നത്? അന്വേഷണവുമായി വീണ സഹകരിച്ചു വിവരങ്ങൾ നൽകാൻ ഇനിയും മടിയുണ്ടാകില്ല. താനോ തന്റെ മകളോ കുടുംബാംഗങ്ങളോ ഒരു ഹവാലയും നടത്തിയിട്ടില്ല. അതിൽ പൂർണ്ണ ബോധ്യമുണ്ട്. ഈ കൈകൾ ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു.